എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു ആശ്രമത്തിലെ ഗുരുവിൻ്റെ കഥയാണ്. ഒരിക്കൽ ഈ ഗുരുവിനെ കാണാൻ ഒരു ശിഷ്യൻ വന്നു. ആ പഴയകാലത്തെ ശിഷ്യൻ ഇപ്പോൾ വളരെ ഉയർന്ന സാമ്പത്തിക നിലയിലാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഒരു ചൈനീസ് കച്ചവടക്കാരനിൽ നിന്നും ഒരു വില പിടിച്ച ക്രിസ്റ്റൽ ബൗൾ, അതായത് സ്ഫടിക പാത്രം സമ്മാനമായിട്ട് ഈ ഗുരുവിന് കൊണ്ടുവന്നു. ഗുരുവിന് വളരെ ഇഷ്ടമായി. ഗുരു അടുത്ത ദിവസം അതിൽ ചായ ഒഴിച്ചു. അപ്പോൾ ചായ ഒഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴവില്ല് പോലെ പലതരം നിറങ്ങൾ മാറി മറിഞ്ഞ് ആ ഗ്ലാസ്സിൽ അത് പ്രതിഫലിക്കും. അപ്പോൾ ഈ ഗുരുവിന് വളരെ ഇഷ്ടമായി. അന്നേരം ഈ ഗുരു പഴയ താൻ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വളരെ പോറലുകളും ചളുക്കവും ഒക്കെയുള്ള പഴയ സ്റ്റീലിൻ്റെ ഒരു കപ്പുണ്ടായിരുന്നു. ആ സ്റ്റീലിൻ്റെ കപ്പ് അടുക്കളയിൽ എവിടെയോ ഉപേക്ഷിച്ചു. അങ്ങനെ 2 മാസം പിന്നിട്ടപ്പോൾ അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ എണീറ്റ് പെട്ടെന്ന് തന്നെ ആ പഴയ സ്റ്റീൽ കപ്പ് കണ്ടെടുത്ത് അദ്ദേഹം അത് നല്ലതുപോലെ കഴുകി തുടച്ച് വൃത്തിയാക്കി അദ്ദേഹം അലമാരയിൽ പൊടിയൊന്നും കയറാത്ത രീതിയിൽ അദ്ദേഹം അടച്ചു വെച്ചു. എന്നിട്ട് അദ്ദേഹം രാവിലെ ചായ കുടിക്കാൻ നേരം ചായ കുടിക്കുന്നതിന് തൊട്ട് മുൻപ് ഈ ക്രിസ്റ്റൽ ബൗൾ എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഇന്ന് താഴെ വീണ് പൊട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്നെ ഇത്രയും നാൾ സേവിച്ചതിന് നന്ദി. ഞാനിപ്പോൾ പഴയ സ്റ്റീൽ പാത്രം എടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഈ കാര്യം തന്നെ അദ്ദേഹം എല്ലാ പ്രാവശ്യവും ഈ സ്ഫടികപാത്രം എടുക്കുമ്പോൾ പറയും. ഇത് ഒരിക്കൽ ഒരു ശിഷ്യൻ, ആ ആശ്രമത്തിലുണ്ടായിരുന്ന ഒരു ശിഷ്യൻ തന്നെ ഇത് ശ്രദ്ധിച്ചു. പക്ഷേ ഗുരുവിനോട് ഒന്നും ചോദിച്ചില്ല. അങ്ങനെ കുറേ മാസങ്ങൾ മുന്നോട്ട് പോയി. ഒരു ദിവസം രാവിലെ അദ്ദേഹം പതിപോലെ ഈ 3 വാചകങ്ങളും ആവർത്തിച്ചു. പക്ഷേ കയ്യിൽ നിന്ന് പെട്ടെന്ന് വഴുതി ഈ സ്ഫടികപാത്രം താഴെ വീണ് പൊട്ടിച്ചിതറി. പക്ഷേ അദ്ദേഹത്തിന് യാതൊരുവിധ ഭാവവ്യത്യാസവുമില്ലാതെ നേരെ പോയി ആ അലമാരയിലെ പഴയ സ്റ്റീൽ ഗ്ലാസ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിലേക്ക് ചായ ഒഴിച്ച് കുടിക്കുകയും ചെയ്തു. എന്നിട്ട് പൊട്ടിത്തകർന്ന ആ സ്ഫടികപാത്രങ്ങളെല്ലാം അടിച്ചു വാരി ദൂരെ കളയുകയും ചെയ്തു. അപ്പോൾ ഈ ശിഷ്യൻ രംഗത്ത് വന്നു. ആ ശിഷ്യൻ ചോദിച്ചു, എന്താണ് ഗുരുവേ ഇത്രയും നാളായിട്ട് ഈ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, എൻ്റെ മനസ്സിൽ 1-2 മാസങ്ങൾ കൊണ്ട് തന്നെ ഈ സ്ഫടികപാത്രത്തിന് വല്ലാത്തൊരു സ്ഥാനം എൻ്റെ മനസ്സിലുണ്ടായി. അപ്പോഴാണ് ഞാൻ ഒരു ദിവസം ഓർത്തത്, ഈ പാത്രം എന്നും നിലനിൽക്കുന്ന ഒരെണ്ണമല്ല, ഇത് നശ്വരമാണ്, ഇത് നശിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് പൊട്ടിത്തകർന്നു പോകുമ്പോൾ ആ നിമിഷം എൻ്റെ മനസ്സിന് വേദന വരും. അതുകൊണ്ട് ഞാൻ ആ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ എൻ്റെ മനസ്സിൽ നേരത്തെ കണ്ടിട്ട് അത് ഞാനൊന്ന് ആസൂത്രണം ചെയ്തതാണ്. അങ്ങനെ ഞാനത് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അത് പൊട്ടിത്തകർന്ന ആ നിമിഷം എനിക്ക് ഒന്നുമേ തോന്നിയില്ല. അങ്ങനെ ഈ കഥയിലൂടെ ഞാൻ പറയാൻ വന്ന ആശയം, നാം എന്തെങ്കിലും ഒരു കാര്യം പരാജയമോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരിച്ചടികളോ വരാൻ സാധ്യതയുള്ള വഴികളിലൂടെ പോകുമ്പോൾ നാം അതൊന്ന് മുൻകൂട്ടി കാണുന്നത് വളരെ നല്ലതായിരിക്കും. അതായത് മനസ്സിനെ തന്നെ പ്രീ പ്രോഗ്രാം ചെയ്യുക, അല്ലെങ്കിൽ പ്രീ പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക എന്നുള്ള ഒരു മുന്നറിവ് നിങ്ങളെ വളരെയധികം രക്ഷിക്കും. പെട്ടെന്നുള്ള തിരിച്ചടികളിൽ നിങ്ങൾ വളരെയധികം വിഷമിക്കത്തില്ല, മനസ്സ് ഇടിഞ്ഞു പോകത്തില്ല. അപ്പോൾ ഈ ആശയം മുൻകൂട്ടി നിങ്ങൾ കണ്ട് ഇതൊന്ന് പ്രാവർത്തികമാക്കി നോക്കുക. അത് നിങ്ങൾ ഒരു പരീക്ഷ എഴുതാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 90 മാർക്ക് കിട്ടി ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു പരീക്ഷയാണെന്ന് വിചാരിക്കുക. ആ 90 മാർക്കിന് പകരം നിങ്ങൾക്ക് പെട്ടെന്ന് വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ട് ഒരു 60 മാർക്ക് 50 മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ തകർന്നു പോകും. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനോട് പറഞ്ഞിട്ട് വേണം പോകാൻ. ചിലപ്പോൾ 90 മാർക്ക് കിട്ടും, ചിലപ്പോൾ 80 ആകാം, 70 ആകാം, 60 ആകാം, 50 ആകാം, ഇങ്ങനെ ഏത് സാധ്യതയുണ്ട്. അപ്പോൾ ഏതൊരു പരീക്ഷ മാത്രമല്ല, ഏതൊരു കാര്യത്തിനും ജയവും പരാജയവും ഒരുപോലെ സാധ്യതയുണ്ട്. അതായത് ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ തന്നെയും അതിന് സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ഓർക്കുക.